B40 നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഹെയർ കട്ടിന്റെ ക്ലാസ്സുമായിട്ടാണ്. ബിഗിനേഴ്സിനും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. നമുക്ക് ഒരു ഹെയർ കട്ടിന് അത്യാവശ്യമായിട്ട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ്, എന്തൊക്കെ ടൂൾസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നോക്കാം. ആദ്യം നമുക്ക് ടൂൾസ് പരിചയപ്പെടുന്ന സെക്ഷനിലേക്ക് കിടക്കാം. നമുക്ക് ഒരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് ഉണ്ടെങ്കിലാണ് പ്രൊഫഷണൽ രീതിക്ക് ഒരു നല്ല ഹെയർ കട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു വാട്ടർ സ്പ്രേയർ. ഇത് നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ കയ്യിൻ്റെ അകലത്ത് തന്നെ നമുക്ക് ഈ സ്പ്രേയർ എന്തായാലും വേണം. അതേപോലെ തന്നെ ക്ലിപ്പുകൾ, ഹെയർ ക്ലിപ്പുകൾ ഒരു 5 to 6 ക്ലിപ്പ് എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. ഇതേപോലുള്ള ക്ലിപ്പുകൾ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ പേര് ക്രോക്കഡൈൽ ഹെയർ ക്ലിപ്പ് എന്നാണ്. അപ്പോൾ ഇതേപോലത്തെ, അതായത് ഒരു മുതലയുടെ വായ പോലെ ഉണ്ടാവും, ഇതേപോലത്തെ ക്ലിപ്പുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു കോമ്പ്. ഈ കോമ്പാണ് നമുക്ക് ഹെയർ കട്ടിന് അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ എന്തായാലും വേണ്ട ഒരു കോമ്പാണത്. ഇതിന് ടെൻഷൻ എന്നാണ് പറയുക. ഹൈ ടെൻഷൻ, ലോ ടെൻഷൻ. ഇവിടെ വെച്ചിട്ട് നമുക്ക് സെക്ഷൻസ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഹൈ ടെൻഷൻ ഭാഗം വെച്ചിട്ട് നമുക്ക് ടാങ്കിൾസ്, ഹെയറിലെ ടാങ്കിൾസ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. ഈ സെക്ഷൻ വെച്ചിട്ട് നമുക്ക് ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രയർ. പിന്നെ അതേപോലെ തന്നെ കോമ്പിൻ്റെ ഒരു സെക്ഷനും വേണം. നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിയുന്നതോട് കൂടിയിട്ടാണ് കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നല്ല രീതിക്കുള്ളൊരു കോമ്പിൻ്റെ ഒരു സെക്ഷനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവണം. ഹെയർ കട്ടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടൂളാണ് സിസേഴ്സ്. ഇതില്ലാതെ നമുക്ക് ഒരിക്കലും ഹെയർ കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സിസേഴ്സ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഹോൾഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും ഹെയർ കട്ട് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഞാൻ പല ആളുകളും ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ ഹെയർ കട്ടൊക്കെ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പ്രൊഫഷണൽ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിലൊരു പ്രധാന കാര്യമാണ് സിസർ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമറുടെ ഹെയർ കട്ട് ചെയ്ത് ഒരു സെക്ഷൻ വെട്ടിക്കഴിഞ്ഞതും സിസർ നിരത്ത് വെക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മളെ വിലയിരുത്തുകയാണ്. നമ്മൾ പ്രൊഫഷണൽ ആണെന്ന് തെളിയിക്കാൻ ഈ സിസേഴ്സിന്റെ ഹോൾഡിങ്ങിന്റെ ടെക്നിക്സ് ഒക്കെ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കസ്റ്റമർ നമ്മളെ വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു ഹെയർ കട്ട് കഴിഞ്ഞതും, അതായത് ഒരു ഹെയർ കട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതും സിസർ ഹോൾഡ് ചെയ്യേണ്ട ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലായിട്ട് ഇത് ഗ്രാബ് ചെയ്ത് പിടിക്കണം. സിസർ കാണാനേ പാടില്ല. ഇത് കസ്റ്റമറുടെ ഫേസിലേക്കോ വേറെ എവിടെയും തട്ടാനും പാടില്ല. ഒരു ഹെയർ കട്ട് കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ സിസർ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് വൺ ലെങ്ത് അഥവാ സ്ട്രൈറ്റ് കട്ടാണ്. എല്ലാ ഹെയർ കട്ടുകളുടെയും ബേസ് ആയിട്ടുള്ള ഒരു കട്ടാണ്. അതാണ് നമ്മൾ ഇതിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആളുകൾ വൺ ലെങ്ത് കറക്റ്റായി കട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ടിപ്സ് നിങ്ങൾക്ക് ഈ ഹെയർ കട്ടിലൂടെ കിട്ടുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയി എടുക്കുക. അതേപോലെ തന്നെ ബിഗിനേഴ്സ് കൃത്യമായിട്ട് എങ്ങനെയാണ് സെക്ഷൻ എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഹെയർ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വീഡിയോ വീണ്ടും 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 ആവർത്തിച്ച് കണ്ട് പഠിക്കുക. നമുക്ക് ഓരോ ഹെയർ കട്ടിന് മുമ്പും മസ്റ്റായിട്ട് ഹെയർ പ്രോപ്പറായി വാഷ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഷാംപൂ പ്ലസ് കണ്ടീഷനിങ് ആയിരിക്കണം ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഷാംപൂ മാത്രമായിട്ട് ചെയ്യരുത്. ഷാംപൂ മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് സെക്ഷൻ എടുക്കുമ്പോഴും അതേപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന സമയത്തും നല്ല ഒരു റിസൾട്ട് അതിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഷാംപൂവിന്റെ ഒപ്പം തന്നെ കണ്ടീഷണർ ഇട്ടിട്ടും വാഷ് ചെയ്യാൻ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഈ ഹെയർ കട്ടിന് നമുക്ക് പ്രധാനമായിട്ട് 2 സെക്ഷനാണ് എടുക്കാനുള്ളത്. ഒന്ന് പ്രൊഫൈൽ സെക്ഷനും അതേപോലെ തന്നെ റേഡിയൽ സെക്ഷനുമാണ്. ഇയർ ടു ഇയർ സെക്ഷൻ എന്നൊക്കെ പറയും. റേഡിയൽ സെക്ഷനും പ്രൊഫൈൽ സെക്ഷനുമാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹെയർ കട്ടിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രി ഹെയർ കട്ടാണ്. ബേസ് ആണ്, എല്ലാ ഹെയർ കട്ടിന്റെയും ബേസ് ആണ്, വൺ ലെങ്ത് ആണ്, അതേപോലെ തന്നെ സ്ട്രൈറ്റ് കട്ടും ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ലെയറും ഫെദറും എല്ലാം വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹെയർ കട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എല്ലാ മുടിയിലും, അതായത് ഏത് ടൈപ്പുള്ള മുടിയിലും നമുക്ക് ഈ ഹെയർ കട്ട് ചെയ്യാം. ചുരുണ്ടതോ സ്ട്രൈറ്റ് ആയിട്ടുള്ളതോ വേവി ആയിട്ടുള്ളതോ ഏത് ഹെയറിലും നമുക്ക് ഈ ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഹെയർ കട്ടിന് ഹൊറിസോണൽ സെക്ഷനിൽ കൂടെയാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാ ഹെയർ കട്ടിനും മസ്റ്റായിട്ട് വേണ്ടത് നല്ലൊരു ഗൈഡ് ലൈനാണ്. ഗൈഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു ഹെയർ കട്ട് നല്ല വൃത്തിയായി പ്രൊഫഷണൽ രീതിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗൈഡ് ലൈൻ എടുക്കുന്നത്, അതേപോലെ തന്നെ എത്ര സെക്ഷൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അതിനു മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർ സ്പ്രേ എപ്പോഴും അവൈലബിൾ ആയിട്ട് വേണം. വെറ്റായിട്ടുള്ള ഹെയറിൽ മാത്രം ഹെയർ കട്ട് ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഹെയർ കട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അളവുകളൊക്കെ മാറി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ ലെങ്ത് കുറഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ നമുക്കറിയാം, നമ്മളിതിൽ 4 സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. ഈ സെക്ഷനിൽ ആദ്യത്തെ ഗൈഡ് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൊറിസോണലായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് മുടി എടുക്കാം. കൂടുതൽ എടുക്കരുത്,
നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നത്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ വളരെ കുറച്ചുള്ള സെക്ഷൻ മാത്രം എടുത്ത് എപ്പോഴും ശീലിക്കുക. ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് അതിൽ നിന്നും ഗൈഡ് ലൈൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ പ്രാക്ടീസ് ആവും തോറും നിങ്ങൾക്ക് എത്ര വലിപ്പം കൂടിയ സെക്ഷൻസ് വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. പക്ഷെ തുടങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് എടുക്കുക. ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കുക. നമുക്ക് ഗൈഡ് ലൈൻ വെട്ടാൻ വേണ്ടിയിട്ട് 2 സെക്ഷനിലും ഓരോരോ ചെറിയ പാർട്ടുകളായിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയും, ഈ സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നും ഞാൻ ഓരോ പാർട്ട് നമുക്ക് വേണ്ട രീതിക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് 3 പാർട്ടാക്കണം. അതായത് എ, ബി, സി, ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കട്ട് ചെയ്യേണ്ട പാർട്ട് എന്ന് പറയുന്നത് ബി വരുന്ന പാർട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ 2 ഹെയർ ക്ലിപ്സ് നമ്മളെ കയ്യിൽ തന്നെ എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 2 ക്ലിപ്പ് മസ്റ്റ് ആയിട്ട് എപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എ പാർട്ട് എന്ന് പറയുന്നത് ഈ വരുന്ന പാർട്ടാണ്. ഗൈഡ് ലൈൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പാർട്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് ഈ മുടിയോട് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ സി എന്ന് പറയുന്ന ഈ പാർട്ടും ക്ലിപ്പ് ചെയ്യുക, ഈ മുടിയോട് അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഗൈഡ് ലൈൻ കട്ട് ചെയ്യാനുള്ളത് ബി പാർട്ടിൽ നിന്നാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടെൻഷൻ, ലോ ടെൻഷൻ, ഹൈ ടെൻഷൻ. ആദ്യം നമ്മൾ ഹൈ ടെൻഷൻ വെച്ചിട്ട് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ടാങ്കിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാം. അതിനുശേഷം ലോ ടെൻഷനിൽ മുടിയുടെ ഏറ്റവും റൂട്ട് ഭാഗത്ത് ഹോൾഡ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് വിരൽ ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ താഴത്തേക്ക് ഇറക്കിക്കൊണ്ടുവരിക. കസ്റ്റമറോട് ചോദിക്കാം എത്ര ഹെയർ കട്ട് ചെയ്യണം. ഏകദേശം ഈ ലെങ്ത് ആണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ കസ്റ്റമർ ഈ ലെങ്ത് കട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ തൊട്ട് താഴെ കട്ട് ചെയ്യുക. കസ്റ്റമർ പറയുന്ന ലെങ്ത്തിൽ ഒരിക്കലും കട്ട് ചെയ്യരുത്. ഓരോ തവണ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതും ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കട്ട് ചെയ്യേണ്ടത് ഏത് വിരലാണ്, അതായത് നമ്മുടെ ഫിംഗർ ഏത് ഫിംഗറൊക്കെയാണ് അനങ്ങുന്നതെന്നുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. സിസേഴ്സിന്റെ 2 ഭാഗവും അനങ്ങാതെ നോക്കുക. ഇപ്പൊ നമ്മുടെ ഗൈഡ് ലൈനിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗൈഡ് ലൈൻ വെച്ചിട്ടാണോ ഈ കംപ്ലീറ്റ് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഗൈഡ് ലൈനിന്റെ എ പാർട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് അത് എടുക്കുക. അത് ഈ ബിയോടൊപ്പം തന്നെ കോംബ് ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുക. ആദ്യം ഹൈ ടെൻഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംബ് ചെയ്യുക. അതിനുശേഷം ലോ ടെൻഷൻ വെക്കുക. ലോ ടെൻഷനിൽ ഫിംഗർ കറക്റ്റ് ആയി പിടിച്ച് നമ്മുടെ ഫിംഗറിൽ ഒതുങ്ങുന്ന ഹെയർ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം കട്ട് ചെയ്യുക. ഒന്നുകൂടി കോംബ് ചെയ്യുക. വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. വീണ്ടും കട്ട് ചെയ്യുക. നമ്മുടെ ഗൈഡ് ലൈനിന്റെ 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എ സെക്ഷനും ബി സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് സി സെക്ഷനാണ്. ഇവിടെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ സി സെക്ഷൻ ഹെയർ എടുക്കുക. കംപ്ലീറ്റ് ആയി ഇതിനോടൊപ്പം തന്നെ കോംബ് ചെയ്യുക. കോംബ് ചെയ്തതിനു ശേഷം ബി സെക്ഷന്റെ പകുതി എടുക്കുക. കൃത്യമായിട്ട് വിരലില് കോമ്പിന്റെ മുകളിൽ വെച്ച് കോംബ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഗൈഡ് ലൈൻ അവസാനിക്കുന്നതിന്റെ 1 സെക്കൻഡ് മുമ്പ്, നിങ്ങൾക്കത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഗൈഡ് ലൈൻ അവസാനിക്കുന്നതിന്റെ 1 മില്ലിമീറ്റർ മുമ്പ് വെച്ച് വിരൽ ഹോൾഡ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ചേർത്ത് കട്ട് ചെയ്യുക. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ ചില മുടികളൊക്കെ വിട്ടു നിൽക്കുന്നുണ്ടാവും. അതൊന്നുകൂടി കട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. അതിനുശേഷം സിസേഴ്സ് ഹോൾഡ് ചെയ്യേണ്ടത് നോക്കുക. ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. മുടി കംപ്ലീറ്റ് ആയി വീണ്ടും കോംബ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റത്തെ ഗൈഡ് ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെയർ കട്ട് ചെയ്യുന്ന സമയത്ത് ഗൈഡ് ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെട്ടാനുള്ള ഹെയർ ഏതാണെന്നുള്ളത് നോക്കുക. ബാക്കിയുള്ള എല്ലാ മുടികളും നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. പിന്നെയുള്ള മുടികളൊന്നും നമുക്ക് ഒരു തടസ്സമായിട്ട് വരരുത്. അപ്പോൾ നമ്മളതൊക്കെ മസ്റ്റായിട്ട് പ്രോപ്പറായി ക്ലിപ്പ് ചെയ്ത് വെക്കുക. ഏത് മുടിയും ഒരു സെക്ഷൻ്റെ ഇടയിൽ കൂടെ വേറൊരു സെക്ഷനിലുള്ള മുടികൾ വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആയി പോവും. വെട്ടിയ മുടിയാണോ വെട്ടാത്ത മുടിയാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയി പോവും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് ഗൈഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഗൈഡ് ലൈനിന് ശേഷം ഇനി നമുക്ക് ഈ പാർട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലെ പാർട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. വീണ്ടും അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു സെക്ഷൻ എടുക്കുക. അത് നമ്മുടെ ഗൈഡ് ലൈനോടൊപ്പം തന്നെ കോംബ് ചെയ്ത് വയ്ക്കുക. ബാക്കി വെട്ടേണ്ട മുടി നമ്മൾ ക്ലിപ്പ് ചെയ്ത് മുൻവശത്തെ മുടിയോടൊപ്പം മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് വെട്ടേണ്ട മുടി കിട്ടിയിട്ടുണ്ട്. ഈ മുടി നമ്മൾ ചെറിയ സെക്ഷനാക്കി എടുക്കുക. 2 സെക്ഷനാക്കി മാറ്റാം. അതിനുശേഷം ഹൈ ടെൻഷൻ കൊണ്ടൊന്ന് ചീന്തി ലോ ടെൻഷൻ വെച്ച് മുടി അറ്റത്തേക്ക് കോംബ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഗൈഡ് ലൈനിൻ്റെ താഴത്തുള്ള മുടി അത് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കയറരുത്. ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ ചില മുടികൾ ഡിഫറെൻ്റ് ആയി നിൽക്കുന്നുണ്ടാവും. അതൊന്നും കൂടി കറക്റ്റായി വെട്ടിക്കൊടുക്കുക. ഗൈഡ് ലൈനിൽ ഒരിക്കലും കയറാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. വാട്ടർ സ്പ്രേ മറക്കരുത്. നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് നമുക്ക് മുടിയുടെ ടെക്സ്ചർ കറക്റ്റായി കിട്ടുള്ളൂ. ലെങ്ത്തൊക്കെ എവിടെയും വളയാതെ ടാങ്കിൾസ് വീണ്ടും വരാതെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലെ ഗൈഡ് ലൈന് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. വെട്ടാനുള്ള പാർട്ട് എടുക്കുക. എക്സ്ട്രാ വരുന്ന ഹെയർ കട്ട് ചെയ്ത് കളയാം. ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. എക്സ്ട്രാ വരുന്ന ഹെയർ വീണ്ടും കട്ട് ചെയ്ത് കളയാം. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറിയ സെക്ഷനായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ചെറിയ ചെറിയ സെക്ഷൻസ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 3 സെക്ഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബിഗിനേഴ്സ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ ഒരു 4 സെക്ഷനായിട്ട് തന്നെ എടുക്കാൻ നോക്കുക. മുടിയുടെ വോളിയം പോലെ നമ്മളത് മനസ്സിലാക്കിയിട്ട് കസ്റ്റമറുടെ ക്ലയൻറ്റിൻ്റെ മുടിയുടെ വോളിയത്തിനനുസരിച്ച് നമ്മളത് ചെയ്യാൻ ശ്രമിക്കാം. വീണ്ടും ഒരു സെക്ഷൻ കൂടി മുകളിൽ നിന്ന് എടുത്തു. ഹൊറിസോണ്ടലായിട്ട് നമ്മളതിനെ 2 ആക്കി തിരിച്ചു. ഒരു സെക്ഷൻ ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം. ലോ ടാങ്കിൾസ് വെച്ച് കൈ മുകളിൽ ടൈറ്റ് ചെയ്ത് ഫിംഗർ ഗ്രിപ്പായി പിടിക്കാൻ ശ്രദ്ധിക്കുക. ഫിംഗർ ഒരിക്കലും വളയാനോ ഒന്നിനും പാടില്ല. ഗ്രിപ്പായി പിടിച്ചതിന് ശേഷം എക്സ്ട്രാ ഉള്ള ഹെയർ മാത്രം, കുറച്ച് ഹെയർ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മുകളിലേക്ക് പോകുന്തോറും ഹെയറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് വരും. എക്സ്ട്രാ ഉള്ള ഹെയർ മാത്രം കട്ട് ചെയ്യുക. വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. സമയമെടുത്ത് തന്നെ ഹെയർ കട്ട് ചെയ്ത് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ സെക്ഷനൊക്കെ പ്രോപ്പറായിട്ട് തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുക്കുക. ഫൈനലായിട്ടുള്ള സെക്ഷൻ ഒരുമിച്ച് തന്നെ എടുക്കാം. വാട്ടർ സ്പ്രേ ചെയ്യാം. ടാങ്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഈ മുടിയോടൊപ്പം തന്നെ കോംബ് ചെയ്ത് വെക്കുക. വീണ്ടും 2 പാർട്ടാക്കാം. ഒരു പാർട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ പാർട്ടിനെ നിങ്ങൾ എപ്പോഴും കോംബ് ചെയ്യുന്ന സമയത്ത് മുടിയുടെ റൂട്ടിൽ നിന്ന് തന്നെ കോംബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ മുടിയും നമ്മുടെ ഈ കോമ്പിൻ്റെ ഉള്ളിൽ കവറായിട്ടുണ്ടാവാൻ നമ്മളെല്ലാവരും ഉറപ്പ് വരുത്തണം. നമ്മുടെ ഹെയർ കട്ടിൻ്റെ ഒരു 25% ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അത് എല്ലാ മുടിയും കൂടി ഒരുമിച്ചൊന്ന് വീണ്ടും കോംബ് ചെയ്യുക. ടാങ്കിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. 0 ഡിഗ്രിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കസ്റ്റമറുടെ തല അനങ്ങുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഡമ്മിയിൽ കട്ട് ചെയ്യുന്ന പോലെയല്ല, കസ്റ്റമറോട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറയണം. എന്നിട്ട് 0 ഡിഗ്രിയിൽ കട്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ അവസാനം ഒന്നും കൂടി തൊട്ട് നോക്കി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മുടി ഇതിൽ നമ്മൾ കട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ ക്ലിയർ ആയി കട്ട് ചെയ്ത് ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹെയർ കട്ടിൻ്റെ ഒരു 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ വെട്ടി അതേപോലെ തന്നെയാണ് അടുത്ത സെക്ഷനിൽ വെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ലാഗ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണിക്കാതിരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് അടുത്ത സൈഡിലും വെട്ടിയിരിക്കുന്നത്. ലാസ്റ്റ് വെട്ടിയതിന് ശേഷം വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ലെങ്ത് കംപ്ലീറ്റ് വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ ചെറുതായി അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഗൈഡ് ലൈൻ ഒരിക്കലും മാറിപ്പോരുത്. ഗൈഡ് ലൈനിൽ നിന്ന് വിടാതെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. ഈ സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി അടുത്ത കട്ടിങ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് കോംബ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ടാങ്കിൾസ് ഉണ്ടെങ്കിൽ വാട്ടർ സ്പ്രേ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. വാട്ടർ സ്പ്രേ യൂസ് ചെയ്യാൻ മടിക്കരുത്. കറക്റ്റായിട്ടുള്ള വാട്ടർ സ്പ്രേയും ഷാമ്പൂ ആൻഡ് കണ്ടീഷനിങ് വാഷിങ്ങും മാത്രമാണ് നമുക്കൊരു പ്രോപ്പർ റിസൾട്ട് ഒരു ഹെയർ കട്ടിൽ നൽകാൻ പറ്റുള്ളൂ. അങ്ങനെ ടാങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമറെ വേദനിപ്പിക്കാതെ സോഫ്റ്റായിട്ട് താഴത്തുനിന്ന് കോംബ് ചെയ്ത് ടാങ്കിൾസിലേക്ക് മുകളിലേക്ക് വന്ന് ആ ടാങ്കിൾസ് എടുത്തതിന് ശേഷം മാത്രം കംപ്ലീറ്റ് കോംബ് ചെയ്യുക. ഈ സെക്ഷൻ കട്ട് ചെയ്യുമ്പോൾ ഇതിനുള്ള ഗൈഡ് ലൈൻ നമ്മൾ എടുക്കേണ്ടത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇവിടെ നിന്നും ഹൊറിസോണ്ടലായിട്ട് ഒരു ഗൈഡ് ലൈൻ എടുക്കുക. അതിനുശേഷം ഈ കംപ്ലീറ്റ് ഹെയറും ക്ലിപ്പ് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് ഹെയർ കട്ട് ചെയ്യുമ്പോൾ ആ ഹെയർ തട്ടിയിട്ട് അടുത്ത മുടിക്ക് കട്ട് ചെയ്യുന്ന ഹെയറിന് ഡിസ്റ്റർബ് ആവാതെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ടൈറ്റായി ക്ലിപ്പ് ചെയ്ത് ഈ സെക്ഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യേണ്ട ഹെയർ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ നിന്ന് വെർട്ടിക്കലായിട്ട് ഒരു സെക്ഷൻ എടുക്കുക. അതിനെ ഈ ഗൈഡ് ലൈനുമായിട്ട് കോംബ് ചെയ്ത് വെക്കുക. ശേഷം ബാക്കിയുള്ള മുടി ഭംഗിയായിട്ട് ഒരു പൊടി പോലും മിസ് ചെയ്യാതെ ക്ലിപ്പ് ചെയ്ത് ടൈറ്റാക്കി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് വെട്ടേണ്ട മുടിയും അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെ ഗൈഡ് ലൈനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെട്ടേണ്ട മുടി ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, ഗൈഡ് ലൈൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം താഴത്തേക്ക് 0 ഡിഗ്രിയിൽ തന്നെ കോംബ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഗൈഡ് ലൈൻ ഇവിടെ ആയിട്ട് എൻഡ് ആവുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ക്ലിപ്പിൽ നിന്ന് മുടി റിലീസ് ചെയ്യാം. അതിനുശേഷം അവിടെ നിന്ന് ഒരു ചെറിയ സെക്ഷനും കൂടി, നമുക്ക് എത്ര ചെറിയ സെക്ഷൻ എടുക്കാൻ പറ്റുമോ അത്രയും ചെറിയ സെക്ഷൻ എടുക്കാം. ബാക്കിലെ ഗൈഡ് ലൈനോടൊപ്പം ഈ മുടി കോംബ് ചെയ്ത് വെക്കുക. ശേഷം ബാക്കി വെട്ടാനുള്ള മുടി ക്ലിപ്പ് ചെയ്ത് ഭംഗിയാക്കി ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ വീണ്ടും കോംബ് ചെയ്യുന്നു. ടാങ്കിൾസ് ഒന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തുന്നു. 2 സെക്ഷൻ ആക്കിയാൽ അത്രയും നല്ലത്. 2 സെക്ഷൻ ആക്കാം. മുടി കറക്റ്റായി ഹോൾഡ് ചെയ്ത് നല്ല ഗ്രിപ്പോട് കൂടി തന്നെ താഴത്തേക്ക് കൊണ്ടുവരിക. എന്തെങ്കിലും എക്സ്ട്രാ ഹെയർ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഇതിപ്പോൾ ഡമ്മി ആയതുകൊണ്ട് അത്ര എക്സ്ട്രാ ഹെയർസ് കാണില്ല. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് 1 ലെങ്ത് വെട്ടുന്ന ഒരു ഹെയർ കട്ടിൽ ഒരു കസ്റ്റമർക്ക് എക്സ്ട്രാ ഹെയർ ഉണ്ടാവും. ഇത് നമ്മുടെ ഫൈനൽ സെക്ഷനാണ്. ഫൈനൽ സെക്ഷന് നമ്മൾ ബാക്കിലേക്ക് കംപ്ലീറ്റായി കോംബ് ചെയ്ത് കൊണ്ടുവരിക. ഈ വെട്ടിയ മുടിയുടെ ഒപ്പം കറക്റ്റായിട്ട് 0 ഡിഗ്രി തന്നെ കറക്റ്റായി കോംബ് ചെയ്യുക. ശേഷം ഒരു സെക്ഷൻ എടുക്കുക. എല്ലാ മുടിയും നമ്മുടെ കയ്യിൽ തന്നെ ഹോൾഡ് ആവുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്താം. ഒരു മുടിയും വിട്ടുപോകരുത്. അതിനുശേഷം വീണ്ടും ഏറ്റവും താഴത്തേക്ക് കൊണ്ടുവന്ന് 0 ഡിഗ്രിയിൽ ഏതെങ്കിലും ഹെയർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും ഹെയർ നമ്മുടെ ഫിംഗറിൽ പെടാതെ കട്ടാവാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് ഹെയർ ഇരിക്കുന്നത്. അത് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ അടുത്ത സെക്ഷൻ എടുക്കുക. നമ്മൾ ആ ഹെയർ കംപ്ലീറ്റായി ഇതേപോലെ തന്നെ വെട്ടുക. ഈ സെക്ഷനാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ സൈഡ് കട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇപ്പുറത്തെ സൈഡും കട്ട് ചെയ്തിരിക്കുന്നത്. 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഹെയർ കട്ടിൻ്റെ കംപ്ലീറ്റ്
ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഹെയർ കട്ട് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത് വെച്ചാൽ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് നല്ല രീതിക്ക് ഒരു ബ്ലോ ഡ്രൈ കൊടുത്ത് സെറ്റ് ചെയ്യുമ്പോഴാണ് ആ ഹെയർ കട്ട് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന വൺ ലൈൻ കട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. അതിന് നമ്മൾ ആദ്യം ഈ കോമ്പ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞ മുടി വീണ്ടും നമ്മൾ നേരത്തെ സെക്ഷൻ എടുത്തതുപോലെ തന്നെ 4 സെക്ഷൻ എടുക്കാം. എന്നിട്ട് അതിൽ നിന്നും ഓരോ സെക്ഷനായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് ട്രൈ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടിങ് ആയതുകൊണ്ട് കുറച്ച് വലിയ സെക്ഷൻ തന്നെ എടുക്കാൻ പറ്റും. നേരത്തെ കട്ട് ചെയ്ത് അത്രയും ചെറിയ സെക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ടുള്ള സെക്ഷൻ തന്നെ എടുക്കാം. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പോർഷനാണ്. ഈ പോർഷൻ്റെ അനുബന്ധമായിട്ട് വരുന്ന എല്ലാ പോർഷനും ഫസ്റ്റ് കവർ ചെയ്ത് വരുന്നു. നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രയർ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ ഡ്രയറിൻ്റെ നോബ് കറക്റ്റായിട്ട് വെക്കണം. കോമ്പ് നമ്മുടെ വലത് കൈയിലും ഡ്രയർ നമ്മുടെ ഇടത് കൈയിലും വേണം ഇരിക്കാൻ. ഹെയർ എടുക്കേണ്ട സെക്ഷൻ കറക്റ്റായി എടുത്തതിന് ശേഷം ഇതേപോലെ ഹോൾഡ് ചെയ്യുക. നമുക്ക് ഇതും 3 പാർട്ടായിട്ട് വേണം ബ്ലോ ഡ്രൈ കൊടുക്കാൻ, A, B, C. അപ്പോൾ ഈ A പാർട്ടിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് മുടി ഇതേപോലെ കവർ ചെയ്ത് നിങ്ങളുടെ തമ്പ് കൊണ്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഹെയർ ഒന്നും ബെൻഡ് ആയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡ്രയർ ഹീറ്റിലിട്ടതിന് ശേഷം 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 തവണ താഴത്തേക്ക് 0 ഡിഗ്രിയിൽ തന്നെ താഴത്തേക്ക് 7 തവണ ഡ്രൈ കൊടുക്കുക. അതിനുശേഷം അടുത്ത ബി സെക്ഷൻ എടുക്കുക, വീണ്ടും 7 തവണ. അതിനുശേഷം ലാസ്റ്റ് സെക്ഷൻ എടുക്കുക, റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഹെയറും ഡ്രൈ ആയിരിക്കാൻ ശ്രമിക്കും. വീണ്ടും ഒന്നുകൂടി താഴത്തുനിന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഡ്രയർ ഒരു കാരണവശാലും നമ്മുടെ കസ്റ്റമറുടെ തലയിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കരുത്. അവർക്ക് ഹീറ്റ് എടുക്കും. നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് വേണം ഡ്രയർ പിടിക്കാൻ. അതും ഈ പൊസിഷനിൽ മാത്രം പിടിക്കുക. ഇങ്ങനെ പിടിക്കരുത് ഒരിക്കലും ഡ്രയർ. ഇങ്ങനെ മാത്രം യൂസ് ചെയ്യുക. ഈ കംപ്ലീറ്റ് ആയ ഹെയർ അങ്ങനെ ഫ്രീ ആയി തന്നെ വിടുക. അടുത്ത സെക്ഷൻ എടുക്കുക. വീണ്ടും നമ്മൾ ഇതേ ചെയ്ത രീതി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നവരെ ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഹെയറും കറക്റ്റായി നമ്മൾ ബ്ലോ ഡ്രൈ കൊടുക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ഈ സെക്ഷനിങ്ങിന്റെ കാര്യം മറക്കരുത്. A, B, C.
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇന്ന് 0 ഡിഗ്രിയിലുള്ള 1 ലെങ്ത് ഹെയർ കട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഏത് ഹെയർ കട്ട് ചെയ്യുമ്പോഴും ബേസ് ആണ് ഈ ഹെയർ കട്ട്. ഈ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ലെയറും അതേപോലെ തന്നെ ഫെദറും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹെയർ കട്ട് വൃത്തിയായി കറക്റ്റായി നമ്മൾ പ്രോപ്പറായി ചെയ്താൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള ഹെയർ കട്ടിൻ്റെ റിസൾട്ട് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും കണ്ട് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒഫീഷ്യലായിട്ടോ ഉള്ള ആളുകളുടെ അടുത്തൊക്കെ ചോദിക്കാം. അപ്പോൾ വീണ്ടും വേറൊരു നല്ല ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.